ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ പുതിയൊരു ക്ലാസ്സായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്നും ആ, അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് നന്നായി പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ചാപ്റ്റർ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോജിറ്റ്യൂഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മുടെ എർത്തിന്റെ ഷേപ്പിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? എർത്തിന്റെ ഷേപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എർത്തിന്റെ ഷേപ്പ് കറക്റ്റ് ഒരു സ്ഫിയർ ആണോ? അല്ല, അല്ലേ? ആ ഷേപ്പിൽ നമ്മൾ പറയുന്ന പേരാണ് ജിയോയിഡ്. ജിയോയിഡ് ഷേപ്പിലുള്ളതാണ് നമ്മുടെ എർത്ത്. ഓക്കെ. കുറച്ച് അതിന്റെ ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പോൾസിൽ നോർത്ത് പോളിലും സൗത്ത് പോളിലും ചെറുതായിട്ട് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ആൻഡ് മിഡിൽ എന്ത് ചെയ്യും? ഒന്ന് ബൾജ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ് അത് വരയ്ക്കുകയും അതിനെ ജസ്റ്റ് ഇമേജിൻ ചെയ്യുകയൊക്കെ ചെയ്തതാണല്ലേ. നമുക്ക് ഇനി നമ്മള് നമ്മൾ എർത്തിനെ നേരിട്ട് നമുക്ക് ആ ഫ്ലാറ്റൻ ഷേപ്പ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ. നമ്മള് സ്പേസിലൊക്കെ പോയാൽ നമുക്ക് എർത്തിനെ വിസിബിൾ ആവുമായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് എർത്തിന്റെ ആ ഷേപ്പും എർത്തിനെ പറ്റി പഠിക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്ലോബ്, അല്ലേ? ഗ്ലോബ് എന്താ? ആക്ച്വലി വാട്ട് ഈസ് ഗ്ലോബ്? ഗ്ലോബ് ഇസ് എ ട്രൂ മോഡൽ അല്ലെങ്കിൽ മിനിയേച്ചർ ഫോം ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ അതിന്റെ ട്രൂ മോഡലിനെയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്ലോബ്സ് ഉണ്ട്. ഗ്ലോബ് അതിന്റെ സൈസും ഷേപ്പും അനുസരിച്ചിട്ട് ബിഗ് ഗ്ലോബ്സ് ഉണ്ട്. അത് നമുക്ക് കയ്യിൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്തതായിരിക്കും. ചെറിയ പോക്കറ്റ് ഗ്ലോബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആൻഡ് ബലൂൺ പോലെയുള്ള ഗ്ലോബ്സ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് ചെയ്യാനും ബലൂൺ പോലുള്ള ഗ്ലോബ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് അങ്ങനെ മടക്കി കൊണ്ട് നടക്കാൻ പറ്റിയ ഗ്ലോബുകളുണ്ട്. ഈ ഗ്ലോബ് ഫിക്സ്ഡ് ആയ ഒന്നല്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി എന്തൊക്കെയാണ് നമുക്ക് ഗ്ലോബിൽ കാണാൻ പറ്റുന്നത്? ഗ്ലോബിൽ എന്തൊക്കെയുണ്ട്? കൺട്രീസ് ഉണ്ട്, കോണ്ടിനെന്റ്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്. അവരൊക്കെ അവരുടെ കറക്റ്റ് സൈസിൽ കാണിച്ചിട്ടുണ്ടാവും. കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രീസും ഓഷ്യൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു വെച്ചിരിക്കണോ? അല്ല, അല്ലേ? ആഹ് അതിന് അതായത് നമ്മളിപ്പോ ഇത്ര കിലോമീറ്ററിനെ ഇത്ര സെന്റിമീറ്റർ ആയി റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്ര ആ ഒരു രീതിയിലായിരിക്കും. സെന്റിമീറ്റർ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ സപ്പോസ് 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഓരോ ഗ്ലോബിലും ഓരോ പ്രൊപ്പോർഷനില് അതിന്റെ സൈസിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളോടിപ്പോ ഒരു ലൊക്കേഷൻ പറയാന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ ഗ്ലോബിൽ കാണിക്കാൻ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആവുമല്ലേ? നമുക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും. കാരണം നമ്മുടെ ഗ്ലോബിൽ നമുക്ക് നമ്മുടെ ഇന്ത്യ കാണുകയും അത് നമ്മുടെ കുഞ്ഞു കേരളം കാണുകയും അതിലുള്ള ഏകദേശം ഈ പാലക്കാട് ജില്ലയുടെ ഇവിടെയാണ് എൻ്റെ വീട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊരു സ്ഫെറിക്കൽ ഷേപ്പില് ലൊക്കേഷൻ ഒന്നും അതിൽ കോണ്ടിനെന്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. കോണ്ടിനെന്റ്സും കൺട്രീസും ഒന്നും മാർക്ക് ചെയ്യാത്തൊരു ഗ്ലോബ്, ഒരു സ്ഫിയർ എടുത്ത് തന്നിട്ട് ഇതിൽ എവിടെയാ നിങ്ങളുടെ വീടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉം, നമുക്ക് വേണ്ട സ്പെസിഫിക് ലൊക്കേഷനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ചിലപ്പോൾ റെഫറൻസ് ലൈൻസിനെ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ? അങ്ങനെ ചില റെഫറൻസ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് കാണാൻ പറ്റും ഒരു നീഡില്. ഗ്ലോബ് കണ്ടിട്ടുള്ളവരാണല്ലോ എല്ലാവരും, അല്ലേ? അപ്പോൾ ഗ്ലോബിൽ നമുക്ക് ഒരു നീഡില് ടിൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും, അല്ലെ? അതിന്റെ സെന്ററിലൂടെ ഒരു നീഡിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ എല്ലാവരും? അതിനെ പറയുന്ന പേരാണ് ആക്സിസ്. അതാണ് നമ്മുടെ ഗ്ലോബിന്റെ ആക്സിസ്. ഈ ആക്സിസ് കടന്നു പോകുന്ന 2 പോയിന്റ്, അതായത് ആക്സിസ് എൻഡ് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട് ആ അതിന്റെ അറ്റത്ത് പോൾസിൽ. ആ പോയിന്റിനെ പറയുന്ന പേരാണ് നോർത്ത് പോളും സൗത്ത് പോളും.
നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ദാ അപ്പൊ ഇവിടെ ഈ ഗ്ലോബ് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലോബ് എല്ലാവർക്കും കാണാനില്ലേ? ഈ ഗ്ലോബില് ഈ പോയിന്റ് നമുക്ക് നോർത്ത് പോൾ എന്നും ഈ പോയിന്റ് നമുക്ക് സൗത്ത് പോൾ എന്നും വിളിക്കാം. അപ്പൊ ഇതിന്റെ ഈ നീഡില് കടന്നു പോകുന്ന രണ്ട് എൻഡുകളെയാണ് നമ്മൾ നോർത്ത് പോൾ എന്നും സൗത്ത് പോൾ എന്നും കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗ്ലോബിനെ ഈ നീഡിലിനെ ഒരു റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ നീഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഡയറക്ഷൻ എന്താ? എർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. വെസ്റ്റ് ടു ഈസ്റ്റിലേക്കാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് ഈ നീഡിലിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഗ്ലോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താലോ? പക്ഷെ ശരിക്കും നമ്മുടെ എർത്തിന് ഇതുപോലൊരു റിയൽ ഒരു നീഡിൽ ഉണ്ടോ? എർത്ത് ഒരു നീഡിലിന് മുകളിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലും ഇല്ല. അതൊരു ഇമാജിനറി ലൈനാണ്. അത് അതിന്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒറിജിനൽ എർത്തിന് അങ്ങനെ ഒരു ഇമാജിനറി അങ്ങനെ ഒരു ലൈനോ അങ്ങനെ ഒരു ആക്സിസോ അങ്ങനെ ഒരു നീഡിലോ ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മള് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കാൽക്കുലേഷനുകളെ നമ്മുടെ ഇമാജിനേഷനെ ഈസി ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇമേജിനറി ലൈനാണ് നമ്മുടെ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊരു ഇമാജിനറി ലൈൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ ഇമാജിനറി ലൈനാണ് നമ്മുടെ ഗ്ലോബിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടായി എന്ന് പറഞ്ഞാൽ കറക്റ്റ് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ പേര്? ഓക്കെ, വെരി ഗുഡ്. ഇക്വേറ്റർ എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ഈ ലൈനിനെ പറയുന്ന പേരാണ് ഇക്വേറ്റർ എന്ന്. ഇക്വേറ്റർ രണ്ടായിട്ട് നമ്മുടെ എർത്തിനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തൊക്കെയാണത്? നോർത്തേൺ ഹാഫ്, അതായത് അതിന്റെ മുകളിലുള്ള ഹാഫിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹാഫ്, അടിയിലുള്ള ഭാഗത്തെ സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ രണ്ട് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നട്ടാ. അതുകൊണ്ട് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി സർക്കുലർ ലൈനാണ്. അത് ഇമ്പോർട്ടന്റ് റെഫറൻസ് പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ റെഫറൻസ് പോയിന്റ് ആണ് ടു ലൊക്കേറ്റ് ഓൺ എർത്ത്. എല്ലാ പാരലൽ സർക്കിൾസും ഇക്വേറ്ററിൽ നിന്ന് പോൾസ് വരെയുള്ള എല്ലാ പാരലൽ സർക്കിൾസിനെയും പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇക്വേറ്ററിനെ പറ്റി പഠിച്ചു. ഇക്വേറ്റർ എന്ന് പറഞ്ഞ ഒരു സർക്കുലർ ഇമാജിനറി സർക്കുലർ ലൈൻ ആണെന്ന് പറഞ്ഞു. ഈ അതൊരു സർക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അങ്ങനെ അതിന് പാരലൽ ആയിട്ടുണ്ടാവുന്ന എല്ലാ സർക്കിൾസിനെയും നിങ്ങളിപ്പോ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചത് കാണുന്നില്ലേ? ഇക്വേറ്റർ, അതിന് പാരലൽ ആയിട്ടുള്ള എല്ലാ സർക്കിൾസിനെയും പറയുന്ന പേരാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അഥവാ ഈ ലൈനുകളിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുക. ലാറ്റിറ്റ്യൂഡ്സ് എന്ത് യൂണിറ്റിലായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക? ലാറ്റിറ്റ്യൂഡ്സിന്റെ യൂണിറ്റ് ആണ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്ററിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ആണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇക്വേറ്ററിൽ നിന്ന് ഓരോ പോളിലേക്കും ഞാൻ പറഞ്ഞു നമുക്ക് എത്ര പോൾസ് ആണുള്ളത്? 2 പോൾസ് ആണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്കും ഇക്വേറ്ററിൽ നിന്ന് സൗത്ത് പോളിലേക്കും ഉള്ള ഈ ഡിസ്റ്റൻസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്കിളിന്റെ 1/4 ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? ഒരു സർക്കിളിന്റെ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ്. അതിന്റെ 1/4 എന്ന് പറയുമ്പോൾ 360 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രിയാണ്. അപ്പോൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ് 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനെ സൗത്ത് പോൾ എന്നും പറയും. ഓക്കെ, 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനെ സൗത്ത് പോൾ എന്നും വിളിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു, നോർത്തിലുള്ള ഇക്വേറ്ററിന് നോർത്തിലുള്ള എല്ലാ പാരലൽസിനെ നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുക. സൗത്തിലുള്ള എല്ലാ ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ എന്ത് പറയും? സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും. അപ്പോ ഓരോ ലാറ്റിറ്റ്യൂഡിന്റെയും ഈ വാല്യൂ ഫോളോ ചെയ്യുന്ന വേർഡിനെ നോർത്ത് N എന്നോ S എന്നോ നൊട്ടേറ്റ് ചെയ്യും. N ഫോർ നോർത്തും S ഫോർ സൗത്തും. ഇനി ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. മഹാരാഷ്ട്രയിലെ ഒരു പ്ലേസ് ആണ് ചന്ദ്രപൂർ. ചന്ദ്രപേരും ബെലോ ഹൊറിസോണ്ടെ ബ്രസീല്, സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലുള്ള നിങ്ങൾക്ക് നിങ്ങളൊരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു മാപ്പ് എടുത്തിട്ട് എല്ലാ കോണ്ടിനെന്റ്സിന്റെയും എല്ലാ ഓഷ്യൻസിന്റെയും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ലൊക്കേഷനും പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് നമുക്ക് ജോഗ്രഫിയുടെ പഠനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു കുഞ്ഞു മാപ്പ് എപ്പോഴും ഉണ്ടാവണം. ആ മാപ്പ് നമുക്ക് എപ്പോ ചോദിച്ചാലും അതിലെ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം. അത് UPSCയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയാനുള്ളത്. ജോഗ്രഫി എന്നൊക്കെ മെയിൻ ആയിട്ട് UPSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ലൊക്കേഷനായി റിലേറ്റ് ചെയ്തതായിരിക്കും. പസഫിക് സീയുടെ ചുറ്റുമുള്ള കൺട്രീസിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഏതൊക്കെയാണ്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പൊ നമ്മൾ മാപ്പുമായിട്ട് വളരെയധികം ഇടപെടുന്ന ആളുകളായിരിക്കണം. സോ നിങ്ങളിപ്പോ ഇന്നോ നാളോ മാപ്പ് മുഴുവൻ ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഗ്രാജുവലി നിങ്ങളിപ്പോ ഇങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് തന്നു നിങ്ങളുടെ ബേസ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഭാവിയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. നോയ്സ് വരുന്നുണ്ടെന്ന് അറിയാം, റിയലി സോറി. ചെറുതായിട്ട് കപ്പിട്ട് അതിന്റെ ഓക്കെ. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു, മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂറും ബ്രസീലിലെ ബെലോ ഹൊറിസോണ്ട് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ, അതായത് ചന്ദ്രപൂർ ഏത് ഇതിലാ വരിക? നോർത്ത് പോളിലാണോ സൗത്ത് പോളിലാണോ ചന്ദ്രപൂർ വരിക? നമ്മുടെ ഇന്ത്യ നോർത്ത് പോളിലാണോ സൗത്ത് പോളിലാണോ? വെരി ഗുഡ്, നോർത്ത് പോളിലാണ് വരിക അല്ലേ? ഇക്വേറ്ററിന് മുകളിലാണ്. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി നോർത്തും, ബോലോ ഹൊറിസോണ്ടെ ബ്രസീലിലെ ബെലോ ഹൊറിസോണ്ടെ സദേൺ ഹെമിസ്ഫിയറിലാണ്, സൗത്ത് പോളിലാണ്. അപ്പൊ 20 ഡിഗ്രി N എന്നും 20 ഡിഗ്രി S എന്നുമാണ് നമ്മൾ രണ്ടിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഞാൻ പറഞ്ഞു പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? ഈ സൈസ് ഓഫ് ദ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? യെസ്, കുറഞ്ഞു വരികയാണ്. പോൾസിൽ എത്തുമ്പോൾ അതൊരു ഡോട്ട് ആയിട്ട് മാറുകയാണല്ലേ. അപ്പൊ സൈസ് ഓഫ് ദ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് പോളിലേക്ക് പോകും തോറും അതിന്റെ സൈസ് കുറഞ്ഞ് അവസാനം അതൊരു ഡോട്ടായി മാറുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഹെഡിങ്ങിലേക്ക് പോയാലോ? ഓക്കെ, ഇമ്പോർട്ടന്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, ഈ ഡയഗ്രം നോക്കൂ. ഈ ഡയഗ്രത്തില് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഞാൻ പെണ്ണെടുക്കട്ടെ. ഒരു ഇക്വേറ്റർ കാണാണ്ടല്ലേ?
ഇക്വേറ്ററിന്റെ ആംഗിൾ എത്രയെന്ന് ഞാൻ പറഞ്ഞത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇക്വേറ്ററിന്റെ മുകളില് നോർത്ത് പൊസിഷനില് വരുന്ന ആളാരാ? 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്തിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പറയാ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതേ പൊസിഷൻ സൗതേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ അതിനെ എന്ത് പറയും? 23.5 ഡിഗ്രി സൗത്തില് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. എന്താ ഈ ക്യാൻസറും കാപ്രിക്കോണൊക്കെ? സോഡിയാക് സൈനിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഈ സോഡിയാക് സൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ക്യാൻസർ എന്നും കാപ്രിക്കോൺ എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു സെക്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ഓക്കെ. ആൻഡ് അടുത്തൊരു പോർഷനാണ് ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ 66.5 ഡിഗ്രി നോർത്തിനെയാണ് ആർട്ടിക് എന്ന് പറയാ. നോർത്ത് ഹെമിസ്ഫിയറിലെ 66 ഡിഗ്രിനെയാണ് നമ്മൾ ആർട്ടിക് സർക്കിൾ എന്ന് പറയാ. സദേൺ ഹെമിസ്ഫിയറിൽ ഈ പൊസിഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? വെരി ഗുഡ്, അന്റാർട്ടിക് സർക്കിൾ. ഇനി രണ്ടുപേര് കൂടെ ഉണ്ട്. ആരൊക്കെയത്? 90 ഡിഗ്രി ഉള്ള നോർത്ത് പോളും 90 ഡിഗ്രി എസ് ഉള്ള സൗത്ത് പോളും അല്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 0 ഡിഗ്രി ഉള്ള ഇക്വേറ്റർ ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ 23.5 ഡിഗ്രി നോർത്തിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും 23.5 ഡിഗ്രി സൗത്തിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും പറയുന്നുണ്ട്. ദെൻ 66.5 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്നും 66.5 ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്നും പറയുന്നുണ്ട്. ആൻഡ് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇക്വേറ്റർ കൂടാതെ നോർത്ത് പോളുണ്ട് 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും. പിന്നെ ഇക്വേറ്ററും നോർത്ത് പോളും സൗത്ത് പോളും അല്ലാതെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് നോർത്തേൺ ഹെമിസ്ഫിയറില്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത് സദേൺ ഹെമിസ്ഫിയറില്, ആർട്ടിക് സർക്കിള് 66.5 ഡിഗ്രി നോർത്ത് അറ്റ് ദ ഇക്വേറ്റർ, അന്റാർട്ടിക് സർക്കിള് 66.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. എല്ലാരും ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇനിയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം. ഇത്തരം ചെറിയ ചാപ്റ്ററുകളിൽ നിന്നാണെങ്കിൽ പോലും, ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്ററിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ ബേസിക് ക്ലാസ്സുകളിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള UPSC മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏത് പാഠഭാഗം പഠിക്കുമ്പോഴും അതിനൊരു UPSC ലെവലിൽ നോക്കി കാണാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവല്ലേ? ഓക്കെ, ഇനി നമ്മളിപ്പോ ഡിഫറെന്റ് പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു അല്ലേ? ഈ പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എർത്തിനെ ചില ഹീറ്റ് സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ബേസിലാണ് ഈ ഹീറ്റ് സോൺസ് ഉള്ളത്? അതായത് മിഡ് ഡേ സണ്ണ്, അതായത് നട്ടുച്ച സൂര്യൻ നമ്മൾ പറയില്ലേ, ഇയാള് നമ്മുടെ കറക്റ്റ് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ എല്ലാ ലാറ്റിറ്റ്യൂഡിലും വരും. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയില്. ഏതൊക്കെ ഏരിയയാണ്? ഞാൻ പ്രീവിയസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇടയില് അറ്റ്ലീസ്റ്റ് വൺസ് ഒരു ഇയറിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തലയ്ക്ക് മീതെ
ആര് വരുന്നുണ്ട്? മിഡ് നട്ടുച്ച സൂര്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നമ്മൾ ആ ഏരിയനെ വിളിക്കുന്നുണ്ടാവുക ക്ലോസറ്റ് സോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയാലോ? അതായത് ടോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാല് എന്താ 33.5 നോർത്ത് ആണ്. ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ 33.5 സൗത്ത് ആണ്. അപ്പൊ 0 മുതൽ 33.5 നോർത്ത് വരെയും 0 മുതൽ 33.5 സൗത്ത് വരെയും നട്ടുച്ച സൂര്യൻ തലയ്ക്ക് മീതെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ മാക്സിമം ഹീറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ? നമ്മുടെ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ്, സണ്ണിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ വേറൊരാളെ കൂടെ റൊട്ടേറ്റ് ചുറ്റും വലം വെക്കുന്നുണ്ടല്ലോ. അതാരെന്നെയാ? യെസ്, സണ്ണിനെ. അപ്പൊ ഈ സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈറ്റ് ഇല്ലേ, അത് കറക്റ്റ് അതിന്റെ ആക്സിസ് ആയി നോക്കുമ്പോൾ ഏകദേശം ഇക്വേറ്ററിലേക്കാണ് വന്ന് പതിക്കുന്നത്. ഈ ഇക്വേറ്ററിന്റെ ഏരിയയിലേക്ക്, പോൾസിലേക്ക് ആയിരിക്കില്ലല്ലോ മാക്സിമം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. മാക്സിമം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും ആയിരിക്കും. അപ്പൊ ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായ ടോപ്പിക് ഓഫ് ക്യാൻസറും ടോപ്പിക് ഓഫ് കാപ്രിക്കോണിലും മാക്സിമം ഹീറ്റ് ചില അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ അത് നമുക്ക് കറക്റ്റ് മിഡ് ഡേ സണ്ണ് ഓവർ ഹെഡ് ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം ഹീറ്റ് കിട്ടുന്ന ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഏരിയ പറയുന്ന പേരാണ് ടോറിഡ് സോൺ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുന്നു. അടുത്ത കാര്യം, ഈ മിഡ് ഡേ സൺ ഒരിക്കലും ഓവർ ഹെഡ് ആയിട്ട് വരില്ല. ഏതൊക്കെ ഏരിയയില്? ഈ ടോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനും അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും അത് ഓവർ ഹെഡ് ആയിട്ട് വരില്ല. പോൾസിൽ, അതായത് സണ്ണിന്റെ റേ ഡിഗ്രീസ് ചെയ്തുകൊണ്ടിരിക്കും പോൾസിലേക്ക് എത്തും തോറും. അങ്ങനെയുള്ള ഏരിയ എന്നല്ല, അതായത് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 33.5 നോർത്തിനെ പറയുന്ന പേരെന്താ? വെരി ഗുഡ്, ടോപ്പിക് ഓഫ് ക്യാൻസർ. 33.5 നോർത്ത്. അങ്ങനെയാണെങ്കിൽ 66.5 നോർത്തിനെ പറയുന്ന പേരെന്താ? വെരി ഗുഡ്, ആർട്ടിക് സർക്കിൾ അല്ലേ? അപ്പൊ ഈ ടോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളിന്റെയും ഇടയിലുള്ള പോർഷൻ, അതേപോലെ തന്നെ ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനും അന്റാർട്ടിക് സർക്കിളിനും ഇടയിലുള്ള പോർഷൻ സദേൺ ഹെമിസ്ഫിയറിൽ അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. സോ ഈ ഏരിയനെ നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് പറയും. ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയും. ഈ ഏരിയയിൽ ഒരിക്കലും ഓവർ ഹെഡ് ആയിട്ട് ഷൈൻ ചെയ്യില്ല. ആൻഡ് സണ്ണിന്റെ സൺ ഷൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സൺലൈറ്റ് വന്ന് പതിക്കുന്ന ആംഗിള് സ്വാഭാവികമായിട്ടും ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് എത്തും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേറ്റ്. ആൻഡ് അടുത്തൊരു പോർഷൻ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ പേജിലെ ഇമേജ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പിക്ചർ എടുത്തു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അടുത്തൊരു കാര്യമാണ് ഏരിയാസ് ലൈൻ ബിറ്റ്വീൻ ആർട്ടിക് സർക്കിളും നോർത്ത് പോളും ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറും അന്റാർട്ടിക് സർക്കിളും സൗത്ത് പോളും ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെരി കോൾഡ് ആയിരിക്കുമല്ലോ അല്ലേ? നമുക്കറിയാം അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഭയങ്കര തണുപ്പാണ്. മനുഷ്യവാസം അവിടെ യോഗ്യമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, ആർട്ടിക്കില് മനുഷ്യവാസം ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. എന്താ അതിന് കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സൺ അങ്ങനെ റൈസ് ചെയ്ത് വരുന്നിട്ടില്ല. അതിന്റെ ഹീറ്റ്, സണ്ണിന്റെ ലൈറ്റ് ആണ് കുറച്ച് ഹീറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഹീറ്റും ലൈറ്റും അവിടെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏരിയനെ വിളിക്കുന്ന പേരാണ് ഫ്രിജിഡ് സോൺ.
ഫ്രിജിഡ് സോൺ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ആയ പ്രദേശം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയണ്ടല്ലോ, ടോറിഡ് സോൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ഹീറ്റ് കിട്ടുന്ന ഏരിയ ആണ്. ഇക്വേറ്ററിനും ടോപ്പിക് ഓഫ് ക്യാൻസറിനും ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ഈ ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ക്യാൻസറിനും ഇടയിലുള്ള മാക്സിമം ഹീറ്റ് കിട്ടുന്ന ഭാഗത്തെ ടോറിഡ് സോൺ എന്നും, ആൻഡ് ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് ഓഫ് ക്യാൻസറിനും ആർട്ടിക് സർക്കിളിനും ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനും അന്റാർട്ടിക് സർക്കിളിനും ഇടയിലുള്ള മോഡറേറ്റ് ടെമ്പറേച്ചർ കിട്ടുന്ന വളരെ നല്ലൊരു പ്രദേശം നമുക്ക് ഇതിനെ പറയാം. ആ ഏരിയനെ പറയുന്ന പേരാണ് ടെമ്പറേറ്റ് സോൺ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാല് ആർട്ടിക് സർക്കിളിനും ആർട്ടിക് സർക്കിളിനും നോർത്ത് പോളിനും അന്റാർട്ടിക് സർക്കിളിനും സൗത്ത് പോളിനും ഇടയിലുള്ള വളരെ തണുപ്പ് കൂടിയ സൺലൈറ്റ് ആവശ്യത്തിലധികം ലഭിക്കാത്ത ഏരിയ പറയുന്ന പേരാണ് ഫ്രിജിഡ് സോൺ എന്ന്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോറി, അടുത്ത സ്ലൈഡിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു. അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒരു ആളുകളാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഒരു ലാറ്റിറ്റ്യൂഡ് മാത്രം അറിയാണെങ്കിൽ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 20 ഡിഗ്രി നോർത്ത്. 20 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് ഒരു പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും? പറ്റില്ലല്ലേ? നമുക്ക് കുറച്ചുകൂടെ ഡാറ്റയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടോങ്ക ഐലാൻഡ്സ് ഉണ്ട്. പസഫിക് ഓഷ്യനിലെ ടോങ്ക ഐലൻഡ്സും മൗറീഷ്യസ് ഐലാൻഡ് ഉണ്ട് ഇന്ത്യൻ ഓഷ്യനിലെ. ഇത് രണ്ടും സിറ്റുവേറ്റ് ചെയ്യുന്നത് 20 ഡിഗ്രി സൗത്തിലും 20 ഡിഗ്രി ഇത് രണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് 20 ഡിഗ്രി സൗത്തിലാണ്. അപ്പോ 20 ഡിഗ്രി സൗത്തില് മൗറീഷ്യസും 20 ഡിഗ്രി സൗത്തില് ടോങ്ക ഐലൻഡും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇനഫ് ഡാറ്റ ആയോ? 20 ഡിഗ്രി സർക്കിൾ ഇങ്ങനെ ആ സർക്കിളിൽ നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ കൂടി വേണം. ആ ഡാറ്റനെ നമുക്ക് എന്തായിട്ട് ഇപ്പൊ നമുക്ക് നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിന് നമുക്ക് കണ്ടുപിടിക്കാം ഇത് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നുള്ള ഡയറക്ഷന്റെ കൂടി ആവശ്യമില്ലേ? അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് എന്തെന്ന് പറയാ? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയാ. അവിടെ ഈ ഡയഗ്രത്തില് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് വിസിബിൾ ആവണമെന്ന് വിചാരിക്കുന്നു ഞാൻ. കണ്ടോ? ഇത് നമ്മുടെ 0 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി, അങ്ങനെ നമ്മള് ലോഞ്ചിറ്റ്യൂഡ്സിനെ ഈ ഇമേജിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ഇനി ഒരു ലോഞ്ചിറ്റ്യൂഡും ഇതിനെ പറയുന്ന പേരെന്താപ്പോ? ലോഞ്ചിറ്റ്യൂഡ്സ്. ഒരു ലോഞ്ചിറ്റ്യൂഡും അടുത്ത ലോഞ്ചിറ്റ്യൂഡ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? വെരി ഗുഡ്. ആസ് യൂഷ്വൽ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്തിരുന്ന പോലെ ഡിഗ്രീസിലാണ് നമ്മളിത് മെഷർ ചെയ്യുക. ഓരോ ഡിഗ്രിയും വീണ്ടും എന്തും കൂടെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? മിനിറ്റ്സും മിനിറ്റ്സിനെ സെക്കൻഡ്സും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ആണ്. അറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിഗ്രീസ് steadily forward until it becomes 0 at the poles. All the meridians meet. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സെമി സർക്കിൾസ് ആയിരിക്കും അല്ലെ? ഓരോ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു സെമി സർക്കിൾസ് ആയിരിക്കും. ഈ സെമി സർക്കിൾസിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ ഡിസ്റ്റൻസ് പോൾവേർഡിലേക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഞാൻ ഇമേജ് എടുക്കാം. ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെ കാണിക്കാം. ഇതിന്റെ ഡിസ്റ്റൻസ് ഇക്വേറ്ററിൽ രണ്ട് ലോഞ്ചിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ? അടുത്ത 40 ഡിഗ്രി നോർത്തിൽ എത്തുമ്പോ അല്ല അല്ലേ? അടുത്തൊരു പോയിന്റിൽ കൂടെ എത്തുമ്പോൾ കുറച്ചുകൂടെ കുറയുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് 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 പോളിൽ എത്തുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് വളരെയധികം കുറഞ്ഞിട്ട് പോൾ എന്ന് പറഞ്ഞ ഓരോ ലോഞ്ചിറ്റ്യൂഡ്സും
ഉത്ഭവിക്കുന്ന ഓരോ ലോഞ്ചിറ്റ്യൂഡിന്റെ ഉത്ഭവസ്ഥാനം പോലെ തോന്നില്ല നമുക്കിതാ ഈ പോയിന്റ് നിന്നാണ് ഓരോ ലോഞ്ചിറ്റ്യൂഡ്സും ഇങ്ങനെ വരുന്നത്. നോർത്ത് പോളിൽ നിന്ന് ഇതേപോലെ സൗത്ത് പോളിൽ നിന്നും വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ ഇമാജിനറി ലൈൻസ് ആണ്, അല്ലാതെ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ കുറെ വരകള് അങ്ങനെ തലങ്ങും വിലങ്ങും വരച്ചിട്ടിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ പോലെ എല്ലാ മെറിഡിയൻസും ഈക്വൽ ലെങ്ത് അല്ല. മെറിഡിയൻസിനെ നമ്പർ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൺട്രീസ് എന്ത് വിചാരിച്ചു, ഓക്കെ, എല്ലാ കൺട്രീസും കൂടെ ഡിസൈഡ് ചെയ്തു നമുക്ക് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. ആ ലോഞ്ചിറ്റ്യൂഡിനെ നമ്മുടെ പ്രൈം മെറിഡിയൻ ആയിട്ട് എടുത്താലോ, അത് നമ്മുടെ പ്രധാനപ്പെട്ട മെറിഡിയൻ ആയിട്ട് ഈ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ എടുത്താലോ എന്ന് വിചാരിച്ചു. എന്താ ഈ ഗ്രീൻവിച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ അപ്പൊ ആ മെറിഡിയനെ, ഗ്രീൻവിച്ച് കടന്നു പോകുന്ന മെറിഡിയനെ പറയുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. അപ്പൊ ഈ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന സ്ഥലത്തിന് നമ്മൾ 0 ഡിഗ്രി, ഓക്കെ വെരി ഗുഡ്, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ലാറ്റിറ്റ്യൂഡ്സിനെ നമുക്ക് സൈസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. 360 ഡിഗ്രി ഉള്ള നമ്മുടെ ഇതാരായിരുന്നു? 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ നമുക്ക് 0 ഡിഗ്രി എന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 0 ഡിഗ്രി ഇക്വേറ്റർ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാതും ഒരേപോലെ അല്ലേ, ഒരു സെമി സർക്കിൾ പോലെ എല്ലാതും സെമി സർക്കിൾ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു പ്രൈം മെറിഡിയനെ കണ്ടുപിടിച്ചത്. അങ്ങനെ എല്ലാ ആളുകളും കൂടിയിട്ട് ഈ പ്രൈം മെറിഡിയൻ എവിടെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഒരു ചർച്ച ഉണ്ടായി കാണുമല്ലോ. ആ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ഡിഗ്രി, പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻവിച്ച്, അതായത് ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററി ഉള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ 0 ഡിഗ്രി ആയിട്ട് എടുക്കാനും അതിനെ പ്രൈം മെറിഡിയൻ ആയിട്ട് എടുക്കാനും തീരുമാനിച്ചു. അതിന് അപ്പുറത്തേക്ക് 180 ഡിഗ്രി നോർത്ത് എന്നും ഈസ്റ്റ് വാർഡ് എന്നും 180 ഡിഗ്രി വെസ്റ്റ് വാർഡ് എന്നും കാൽക്കുലേറ്റ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോ ഈ 180 ഡിഗ്രി മെറിഡിയൻ നമ്മുടെ എർത്തിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ നമ്മുടെ എർത്തിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൈം മെറിഡിയൻ നമ്മുടെ എർത്തിനെ എന്തൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? വെരി ഗുഡ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ നോർത്തിനെ N എന്നും സൗത്തിനെ S എന്നും അല്ലേ നൊട്ടേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? E എന്നും W എന്നും നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നൊരു കാര്യം എന്താ, ഈ 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രി വെസ്റ്റ് മെറിഡിയനും ഒരേ ലൈനിലായിരിക്കും വരില്ലേ. ഇവിടെയാണ് 180 ഡിഗ്രി ഈസ്റ്റ് എങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരേ ലൈനിലുള്ള സാധനം തന്നെയാണ് എന്തെന്ന് പറയാ, 180 ഡിഗ്രി വെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിനെ മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ ഒരു ഗ്ലോബില് ഫിഗർ 2.6 നോക്കൂ. ഈ ഫിഗറിൽ
പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡും മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡും വരച്ചിട്ടില്ലേ? നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അറിയാമെങ്കിൽ നമുക്കൊരു ലൊക്കേഷനെ ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ട് ഇപ്പൊ തോന്നുന്നില്ലേ? ആസാമിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ദബ്രി. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് 26° നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 90° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലുമാണ്. ഇനി നമുക്ക് ഇതിലൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്നുകൂടെ ക്ലിയർ ആയി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റന്റ് ആയ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഒരു പേപ്പറിൽ വരയ്ക്കണം. വേർട്ടിക്കൽ ലൈൻസിൽ 1 2 3 4 5 എന്നും ഹൊറിസോണ്ടലിന് ABCDE എന്നും വരച്ചു കഴിഞ്ഞാല് ചെറിയ ചെറിയ സർക്കിൾസ് ABCD നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ A എന്നുള്ള പോയിന്റ് നമുക്ക് എന്തു പറയാൻ പറ്റും? A എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് B° നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 1° ഈ ലോഞ്ചിറ്റ്യൂഡിലും ആണെന്ന് പറഞ്ഞൂടെ? B എന്ന് പറഞ്ഞത് 1° ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിലും B° ലാറ്റിറ്റ്യൂഡിലും ആണെന്ന് പറയാം അല്ലേ? ഇതുപോലെ ബാക്കിയുള്ള സർക്കിൾസിന്റെ ലൊക്കേഷനും കണ്ടുപിടിക്കാലോ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് ടൈം എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ടൈം മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് മെഷർമെന്റ് എന്തായിരിക്കും? യെസ്, എർത്തിന്റെ മൂവ്മെന്റ് ആണല്ലേ. എർത്തിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ നമ്മള് രാവിലെ 8 മണി, രാത്രി 10 മണി എന്നൊക്കെ പറയുന്നത്? അത് എർത്തിന്റെയും മൂണിന്റെയും പ്ലാനറ്റ്സിന്റെയും ഒക്കെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാവിലെ സൂര്യൻ ഉദിക്കുന്നതും രാത്രി സൂര്യൻ അസ്തമിക്കുന്നതും. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ നമ്മൾ കിടന്നുറങ്ങുന്നത് അല്ലെ? വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. അതൊരു നാച്ചുറലി അതൊരു ടൈം കീപ്പർ, വേൾഡിൽ മൊത്തമുള്ള ഒരു ടൈം കീപ്പറാണ്. ലോക്കൽ ടൈം ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു സമയം കണ്ടുപിടിച്ചത്? പണ്ട് കാലത്ത് ക്ലോക്ക് ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് സമയം കണ്ടുപിടിക്കുന്നത് എക്സാക്ട്ലി നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. സണ്ണിന്റെ പൊസിഷൻ, സണ്ണ് നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സണ്ണ് നമ്മുടെ നിഴല് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? സണ്ണ് വന്ന് നമ്മുടെ മേല് തട്ടുന്നത്, സൺലൈറ്റ് തട്ടുന്നതിനനുസരിച്ച് നമ്മുടെ നിഴല് രൂപപ്പെടും. നിഴലിന്റെ വലുപ്പം അനുസരിച്ച് ഉച്ചയാണോ രാവിലെയാണോ വൈകുന്നേരമാണോ എന്നൊക്കെ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഉച്ചയ്ക്ക് നമ്മുടെ നിഴല് ഭയങ്കര വലുതാണോ ഉണ്ടാവുക? അല്ല, നമ്മുടെ സണ്ണ് നമ്മുടെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് നമ്മുടെ നിഴല് വളരെ ചെറുതായിട്ട്, ചിലപ്പോൾ പോയിന്റ് ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ചില് സൺ ഹയസ്റ്റ് പോയിന്റിലാവുമ്പോൾ എല്ലാ പ്ലേസും, ആ മെറിഡിയനിലുള്ള എല്ലാ പ്ലേസിലും മിഡ് ഡേ അല്ലെങ്കിൽ നൂൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രൈം മെറിഡിയനില് നമ്മൾക്കറിയാം, പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻവിച്ചില് സണ്ണ് അതിന്റെ ഹയസ്റ്റ് പോയിന്റിലായി ഇരിക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? നട്ടുച്ചയായിരിക്കും അല്ലെ? അവിടെ നിന്ന് മാത്രം ഗ്രീൻവിച്ചിലല്ല, ആ ഗ്രീൻവിച്ച് ലൈന്, ആ ലാറ്റിറ്റ്യൂഡ് പോകുന്ന ആ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും അപ്പൊ ഒരേ സമയമായിരിക്കും.
എർത്ത് ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്? വെരി ഗുഡ്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രീൻവിച്ചിന് ഈസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഗ്രീൻവിച്ച് ടൈമിനേക്കാളും കൂടുകയും വെസ്റ്റിലേക്കുള്ള സമയങ്ങള് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ കുറയുകയും ചെയ്യും. നമുക്ക് ഇതിന്റെ റേറ്റ് ഓഫ് ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് 360 ഡിഗ്രി ഇൻ അബൌട്ട് 24 hours. 24 മണിക്കൂറിൽ നമ്മുടെ എർത്ത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മണിക്കൂറിൽ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ അർത്ഥം? അല്ലേ? അപ്പോ ഒരു 4 മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂറിൽ 15 ഡിഗ്രി ആവുമ്പോ 4 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രി അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ. ഗ്രീൻവിച്ചില് 12 noon ആവുന്ന സമയത്ത് 15 ഡിഗ്രി ഈസ്റ്റില് ഗ്രീൻവിച്ചിൽ നിന്ന് 15 ഡിഗ്രി ഈസ്റ്റില് എത്രയായിരിക്കും? 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 മിനിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ 15 ഡിഗ്രി എന്ന് പറഞ്ഞാലോ 15 × 4 60 മിനിറ്റ് ആയിരിക്കും. അതായത് 1 മണിക്കൂർ അഹെഡ് ആണ്. ഞാൻ പറഞ്ഞു ഗ്രീൻവിച്ചിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്തോറും സമയം നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോ 12 മണിയാണ് സമയം എവിടെ? ഗ്രീൻവിച്ചില്. അപ്പോ ഗ്രീൻവിച്ചില് 15 ഡിഗ്രി ഈസ്റ്റ് ആയ ഒരു സ്ഥലം 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 മിനിറ്റ് ആണ്. അപ്പൊ 15 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ്. അപ്പൊ ഈസ്റ്റ് 15 ഡിഗ്രി 15 ഡിഗ്രി ഗ്രീൻവിച്ചിൽ നിന്ന് 15 ഡിഗ്രി ഈസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ 50 × 4 ഡിഗ്രി എന്ന് പറഞ്ഞ് 50 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. സോ 1 hour അഹെഡ് ആണ്. ആ സ്ഥലത്ത് അപ്പത്തെ സമയം 1 മണി ആയിരിക്കും. പക്ഷെ വെസ്റ്റിലാണെങ്കിലോ? ഈസ്റ്റിലാണെങ്കിൽ അഹെഡ് ആണ്. വെസ്റ്റിലാവുമ്പോൾ നമ്മൾ ടൈം മൈനസ് ചെയ്യാണ് വേണ്ടത്. സോ 12 മണിയാണെങ്കിൽ -1 എന്ന് പറയുമ്പോൾ 11 AM ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഇത് 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രിയിൽ അപ്പത്തെ അവസ്ഥ എന്തായിരിക്കും? എക്സാക്ട്ലി 24 ഇവിടെ 12 noon ആവുമ്പോ അവിടെ എത്രയായിരിക്കും? നേരെ 180 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നട്ടപ്പാതിരായിരിക്കും അല്ലേ? 12 മണി. അർദ്ധരാത്രി 12 മണിയായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയേണ്ടതുണ്ടോ? ഗ്രീൻവിച്ചിലൂടെയാണ് 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ പോകുന്നത്. ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. എർത്ത് 24 മണിക്കൂറിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1 മണിക്കൂറിൽ 15 ഡിഗ്രിയും 1 ഡിഗ്രിയിൽ 4 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രിയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻവിച്ചില് ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ 15 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 hour അഹെഡ് ഓഫ് ഗ്രീൻവിച്ച് ടൈം ആണ്. അതായത് 1 PM ആണ്. 15 ഡിഗ്രി വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെസ്റ്റ് ആവുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോ 11 AM ആവും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്കൊരു എന്തുകൊണ്ടാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈമിന്റെ ആവശ്യം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം നമുക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടെന്ന് അറിയാം അല്ലേ? എന്താണ് ഈ സ്റ്റാൻഡേർഡ് ടൈമിന്റെ ഒരു ആവശ്യകത? ഒരു രാജ്യത്തൂടെ ഒരു കൺട്രിയിലൂടെ ഒരു ഇത് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ.
ഒരു മെറിഡിയൻ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ? അല്ല അല്ലേ? കുറേ മെറിഡിയൻസ് ഒരു രാജ്യത്തൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഒരു ടൈം ടേബിൾ ട്രെയിൻസിന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൂടെ 3 മെറിഡിയൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. 68 ഡിഗ്രി ഈസ്റ്റ്, 82 ഹാഫ് ഡിഗ്രി ഈസ്റ്റ്, 97 ഡിഗ്രി ഹാഫ് 97 ഡിഗ്രി ഈസ്റ്റ്. ഇങ്ങനെ 3 മെറിഡിയൻസ് പോകുമ്പോ നമുക്ക് 3 മെറിഡിയൻസിനെയും ബേസ് ചെയ്തിട്ട് ഒരു ക്ലോക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈമിന്റെ ആവശ്യമുണ്ട്. കുറെ ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്ന കൺട്രീസിൽ ഞാൻ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണോ പറഞ്ഞത്, സോറി, കുറെ ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്ന സ്ഥലങ്ങളില് ഇപ്പൊ തന്നെ നോക്കൂ, 1 hour 45 മിനിറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഗുജറാത്തിലെ ദ്വാരകയിലെ ദിബ്രുഗറിലെയും ആസാമിലെ ദിബ്രുഗറിലെയും ലോക്കൽ ടൈംസ് തമ്മിൽ 1 hour 45 മിനിറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലോക്കൽ ടൈം വേണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 3 ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ അതില് 82 ഹാഫ് ഡിഗ്രി ഈസ്റ്റിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുത്തു. ഈ മെറിഡിയനെ ബേസ് ചെയ്തിട്ടുള്ള ലോക്കൽ ടൈമിനെ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദ ഹോൾ കൺട്രി ആയിട്ട് എടുത്തു. ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ IST എന്ന് പറയാ. 82.5 ഡിഗ്രി ഈസ്റ്റിനെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുക്കും. അതിലൂടെ കടന്നു അപ്പോഴുള്ള സമയത്ത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിലൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ഈ എനിക്ക് മെസ്സേജ് അയക്കോ. ഇതിലെന്നെ പറയുന്നുണ്ടല്ലേ, ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയാം. കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭോപ്പാലിനടുത്തുള്ള ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അദ്ദേഹം അവൻ അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു. എന്താ കാരണം? ഡേ ആൻഡ് നൈറ്റ് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ. അത് നടന്നത് 2 മണി, ലണ്ടനിൽ 2 മണിക്കാണ് കളി തുടങ്ങിയത്. ലണ്ടനിൽ 2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര മണിയാ? 7:30 ആണ്. 5 ഹവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 5.5 ഹവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് ഡേ ആൻഡ് നൈറ്റ് അല്ലേ? അവിടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങിയത്. അവിടെ കഴിയുമ്പോഴേക്കും ഇവിടെ നട്ടപ്പാതിരി ആയിട്ടുണ്ടാവും അല്ലേ? നട്ടപ്പാതിരി അല്ല, ഇവിടെ പുലർച്ചെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ 7:30 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉച്ചയ്ക്ക് 2 PM ആണ്. ഇന്ത്യ ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റ് 82°30 ഈസ്റ്റിലാണ് ജീവിക്കുന്നത്. ഗ്രീൻവിച്ചിനേക്കാളും 5 hour 30 minute ahead ആണ് നമ്മള്. ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മള്. ഓക്കെ, നമ്മൾ ഈസ്റ്റിലല്ലേ? ഈസ്റ്റിലേക്ക് മുന്നിലേക്കാവുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തൂടെ തന്നെ 3 ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യയിലൂടെ. ചില രാജ്യങ്ങളിൽ ഒന്നിലധികം ധാരാളം ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്നുണ്ടായിരിക്കും. അത്തരം രാജ്യങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ ഒന്നിൽ കൂടുതൽ ടൈം സോൺസ് ഉണ്ടാവുകയായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് റഷ്യ. അവിടെ 11 സ്റ്റാൻഡേർഡ് ടൈംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിലധികം ടൈം സോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മൊത്തം നമ്മുടെ ഇന്ത്യയിൽ അതായത് ഈ 360 ഡിഗ്രിയിൽ
24 ടൈം സോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് അപ്പൊ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു? ആക്സിസിനെ പറ്റി പറഞ്ഞു, ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്, പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി പറഞ്ഞു. പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിന്റെ ആംഗിൾ അനുസരിച്ചിട്ട് ഇക്വേറ്റർ എന്നും കാപ്രിക്കോൺ എന്നും ഇവിടെ ക്യാൻസറും ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും ആർട്ടിക്കിൾ എന്നും അന്റാർട്ടിക്കിൾ എന്നും ഒക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതിനെ ബേസ് ആയിട്ടുള്ള ഹീറ്റ് സോൺസ് പറഞ്ഞു, ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ദെൻ ഫ്രിജിഡ് സോൺ. ഓക്കെ എന്നങ്ങനെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാറ്റിറ്റ്യൂഡിന്റെ മാത്രം സഹായത്തോടുകൂടി നമുക്ക് ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡും ടൈമും തമ്മിൽ ഇത്രയധികം റിലേഷൻ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഒരു സ്റ്റാൻഡേർഡ് ടൈമിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. ഗ്രീൻവിച്ച് ലൈനിനെ പറ്റി, ഗ്രീൻവിച്ച് പ്രൈം മെറിഡിയൻ, ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന പ്രൈം മെറിഡിയനെ പറ്റി പറഞ്ഞു. പ്രൈം മെറിഡിയനിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ടൈം കൂടുമെന്നും വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കുറയും എന്നും പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ പറ്റിയും വേറെ രാജ്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ടൈമിനെ പറ്റിയും പറഞ്ഞു. ക്ലിയർ ആയില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണം. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ കുറച്ച് UPSC മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലായിട്ടും ചോദിക്കാം. പേഴ്സണലായിട്ട് എന്നോടോ ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ, അക്കാദമിക് കോർഡിനേറ്റർ ഉണ്ട്, വിഷ്ണു സാറിനോട് ചോദിക്കാം. എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. എനിവേ, ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് ഒക്കെ മാക്സിമം ശേഖരിച്ച് നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ഒരു ഗ്ലോബിനെയോ ഒരു മാപ്പിനെയോ എന്തെങ്കിലും വെച്ചിട്ട് മാപ്പിനെ അങ്ങനെ ഭംഗിയായി പഠിക്കാൻ എന്ത് രസമാണെന്നറിയോ? അപ്പൊ എല്ലാവരും അങ്ങനെ പഠിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്, അടുത്ത ചാപ്റ്റർ